കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്ലിയർ ആണ് സൗണ്ട്? ഓക്കെ. ലീഡ് കർത്തൃദാസി പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ വർഷിപ്പ് ലീഡ് ചെയ്ത ദേവദാസിയെയും പ്രത്യേകമായി സ്നേഹവും നന്ദിയും വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥിച്ച ദേവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വേദപഠന ക്ലാസ്സിൽ, വെളിപ്പാട് പുസ്തക ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, വചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷ ജ്ഞാനത്താൽ ദാനിയേലിനെ പോലെ, ആമേൻ, ദൈവം ശലോമോനെ പോലെ വിശേഷ ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഏകദേശം 4-ാം അധ്യായം കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന. അവസാന ഭാഗങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്ന സ്തുതി ആരാധനയുടെ വിഷയമാണ്. അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ അത് തന്നെ വീണ്ടും 5-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് 4, 5 അധ്യായങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? വിഷൻ ഓഫ് ഹെവൻ, അല്ലേ? സ്വർഗത്തിന്റെ ദർശനം, എ വിഷൻ ഓഫ് ഹെവൻ, സ്വർഗീയ ദർശനം. യേശു സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വർഗീയ അവസ്ഥയാണ് 4-ാം അധ്യായത്തിൽ വായിച്ചത്. യേശുവിനെ സൃഷ്ടിതാവായ ദൈവമെന്ന് രേഖപ്പെടുത്തുകയും സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്ന വിഷയമാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ തന്നെ 5-ാം അധ്യായം വരുമ്പോൾ ജേതാവും രക്ഷിതാവുമായ കർത്താവ്. നമ്മൾ 4, 5 അധ്യായങ്ങൾ സ്വർഗീയ ദർശനം, സ്വർഗീയ ആരാധനയാണ്. അതിൽ തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിതാവും ജേതാവുമായ, ജയിച്ചവനുമായ കർത്താവിനെയാണ് കാണുന്നത്. ഇത് ശ്രദ്ധിക്കണേ. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ദർശനം. അതിനകത്ത് മൂപ്പന്മാരും 4 ജീവികളും ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു, പഠിച്ചു. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിതാവും, രക്ഷിച്ച കർത്താവ്, ജേതാവായ കർത്താവ്, ജയിച്ചവനായ കർത്താവ്, ആ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് നാം പ്രത്യേകം പഠിക്കാൻ പോകുന്ന 5-ാം അധ്യായം 1 മുതൽ 7 വരെ ആയിരിക്കും. അവിടെ കുഞ്ഞാടും മുദ്രിത ഗ്രന്ഥവും 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ കഴിവതും നോക്കാൻ ശ്രമിക്കാം. അപ്പോൾ തന്നെ 5-ാം അധ്യായം 1 മുതൽ 14 വരെയാണ് രക്ഷിതാവും ജേതാവുമായ യേശു. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞാടും മുദ്രിത ഗ്രന്ഥവും. മുദ്രിത ഗ്രന്ഥം അഥവാ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക: അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. ഇനി നമുക്ക് 5-ാം അധ്യായം 1 വായിക്കാം. ആദ്യം നമ്മൾ 1 മുതൽ 7 വരെ വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു. അതിൽ 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരുടെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു.
അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1,000,000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിനും ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. മതി. സ്തോത്രം. നമ്മൾ മൊത്തം വാക്യം വായിച്ചു 1 മുതൽ 14 വരെ. ഞാൻ ഇത് ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ അധ്യായം ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ദൈവം തന്ന പ്രാർത്ഥനയിൽ കിട്ടിയപ്പോൾ ഒരു സിമ്പിൾ അനലൈസിസ് ഒന്ന് ചിന്തിച്ചപ്പോൾ വായിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു സിമ്പിൾ മെത്തേഡ് പറയാം. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ 1 മുതൽ 14 വരെ, എന്നിട്ട് ഡീപ്പായിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകും. സ്വർഗീയ ദർശനമാണ്. ജേതാവും രക്ഷിതാവുമായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞാടും മുദ്രിത ഗ്രന്ഥവും എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സിംഹാസനം. ഞാനൊരു 10 പോയിന്റായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവലംബിക്കാം. ഒരു ആത്മീയ അർത്ഥത്തിൽ സ്പിരിച്വൽ വേ സ്റ്റഡിയായിട്ട് താഴോട്ട് വരാം. പിന്നെ ഒന്നാമത് സിംഹാസനം, സ്വർഗീയ സിംഹാസനം, അതിലിരിക്കുന്നവൻ. വാക്യങ്ങളൊക്കെ നോക്കി പിന്നെ നമുക്ക് എഴുതാം. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട്. രണ്ടാമത് 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. A scroll with writings on both sides, sealed with 7 seals. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടതും അകത്തും പുറത്തും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. ആക്ച്വലി പുസ്തകം എന്നുള്ളതിനേക്കാൾ ഉപരി ചുരുളെന്ന ഇംഗ്ലീഷ് സ്ക്രോൾ, SCROLL. ഓക്കെ, ചുരുൾ. മൂന്നാമത്തത് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതൻ. 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്. അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതൻ. സിമ്പിളായിട്ട് 5-ാം അധ്യായം പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. നാലാമത്തത്, ഇത് കാണുന്നത് യോഹന്നാനല്ലേ. ഞാൻ ഏറ്റവും കരഞ്ഞു. ജോൺ ദ അപ്പോസ്റ്റൽ, ഈ പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ ഇത് കണ്ടിട്ട്, ഈ സ്വർഗീയ ദർശനം കണ്ടിട്ട് ഏറ്റവും കരഞ്ഞു. 4-ാമത്തെ വിഷയം അതാ. 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദാഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്നു. 5-ാം വാക്യത്തിലേക്ക് വരും. അതാണ് നമ്മൾ അടുത്ത ഒരു പോയിന്റ് ആയിട്ട്. ആ കരഞ്ഞതിന്റെ മറുപടിയാണ് യഹൂദാഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമാണ്. അത് നമ്മൾ വിശദമായിട്ട് പിന്നെ അല്പ സമയം കഴിഞ്ഞ് പഠിക്കാം. 6-ാമത്തത് വീണ്ടും 6-ാം വാക്യം വരുമ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടതായി. 4 ജീവികളും 24 മൂപ്പന്മാരും അതിന്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട്, സ്വർഗീയ ദർശനത്തിൽ കുഞ്ഞാടിനെ കാണുന്നു. ഈ കുഞ്ഞാടിന്റെ വിശേഷത അതിന്റെ കൂടെ നമുക്ക് എഴുതാം. 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മക്കളായ 7 കണ്ണുമുണ്ട്. ആ കുഞ്ഞാടിന്റെ പ്രത്യേകത 7 കൊമ്പും 7 ദൈവാത്മക്കളായ 7 കണ്ണുമുണ്ട്. ഇനി 7-ാമത്തതായിട്ട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം 8-ാമത്തെ വാക്യത്തിലാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു എന്നുള്ളതാണ്. ഇനി 8-ാമത്തത് 10-ാം വാക്യത്തില്
ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. 8-ാമത്തത്. 9-ാമത്തത് രക്ഷിതാവിന് ആരാധന. 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവിന് ആരാധനയാണെങ്കിൽ ഇവിടെയാണ് രക്ഷിതാവിന് ആരാധന. അത് നമ്മൾ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 12-ാമത്തെ വാക്യത്തില്, ലാസ്റ്റ് നമ്മൾ വായിച്ച വാക്യത്തില് 4 ജീവികൾ ആമേൻ എന്ന് പറയുകയും 24 മൂപ്പന്മാർ വീണ് നമസ്കരിക്കും. ഇങ്ങനെ ഒരു 10 പോയിന്റ് ഞാൻ എൻ്റെ ഒരു 5-6 സ്റ്റഡി ബുക്കുകള്, വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കുന്നതും. പക്ഷെ അതൊക്കെ സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ ദൈവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സിമ്പിൾ വേയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു 10 പോയിന്റ് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾ 10 എഴുതിയെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം 5-ാം അധ്യായം ക്ലിയർ ആയി. ആവർത്തിക്കുന്നില്ല, നിങ്ങൾ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അസ്വർഗീയ ദർശനം, ദ ത്രോൺ ഓഫ് ഗോഡ് അഥവാ ദ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സിംഹാസനം, ദ കൗൺസിൽ ഓഫ് ദ ലോർഡ്, ഇംഗ്ലീഷ് പറയുമ്പോൾ ദൈവീക കൗൺസിൽ, ദൈവീക സഭ അല്ലേ, ദൈവത്തിന്റെ സാന്നിധ്യം. അതിനകത്ത് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇനി നമ്മൾ പതുക്കെ വരാൻ പോവാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ഓക്കെ, അപ്പൊ സിംഹാസനം ഒരാൾ ഇരിപ്പുണ്ട്. അത് നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചു. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ സിംഹാസനം ഇരിക്കുന്നവന്റെ വലം കൈയിൽ, നിങ്ങൾ എത്ര പേർ ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മളെ ബൈബിളിലെ മൊത്തം ഭാഗങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകും. വേദപുസ്തകങ്ങളിൽ അനേക ഭാഗത്ത് ദൈവത്തിന്റെ വലങ്കൈ എന്നുള്ള ഒരു വിശേഷണമുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു ടോപ്പിക്കും കൂടെ തരുവാണ്. ആമേൻ, ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലങ്കൈ. അല്ലെങ്കിൽ ഇച്ചിരൂടെ അതിനെ വിശദീകരിച്ചാൽ ദ റൈറ്റ്വസ് റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതിയുള്ള വലങ്കൈ. ഞാൻ ഇതിനെ ആത്മീയ ലെവലിൽ കൊണ്ടുപോവുകയാണെ. അപ്പോൾ സിംഹാസനം ഒരാൾ ഇരിക്കുന്നു, ആ ഇരിക്കുന്ന ആളിന്റെ വലങ്കൈയിൽ, ഇപ്പൊ ദൈവത്തിന്റെ വലങ്കൈ, ദ റൈറ്റ് ഹാൻഡ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ 12-ാം വാക്യത്തിലൊക്കെ ദൈവം തന്റെ വലങ്കൈ നീട്ടി, വലങ്കൈ നീട്ടി, വലങ്കൈ നീട്ടി എന്നുള്ളത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ആ ഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനം 60-5 ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. സങ്കീർത്തനം 60-5. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരണമേ. നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരണമേ. എന്നാ പിന്നെ വലങ്കൈ കൊണ്ട് രക്ഷിക്കുന്ന വലങ്കരം കണ്ടോ? ഞാൻ രക്ഷിക്കുന്ന വലങ്കരത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇനി പുറപ്പാട് പുസ്തകം 15-12 ഒന്ന് വായിച്ചു. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. 6-ാമത്തെ 15-6, പുറപ്പാട് 15-6. യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയുടെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. ബലത്തിൽ മഹത്വപ്പെട്ടു. അടുത്തത്, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെടുകയും ശത്രുവിനെ തകർത്ത് കളയാൻ കഴിയുള്ളതാണ്. ഇനി ഈ വലങ്കൈ നീതിയുള്ളതാണെന്നൂടെ
നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ ദൈവത്തിന്റെ വലങ്കൈ, നീതിയുള്ള വലങ്കൈ എന്നുള്ള ഒരു വേദഭാഗമുണ്ട്, അത് എവിടെയായിരിക്കും? നമുക്ക് വളരെ അറിയാവുന്ന വാക്യം. അതിനെ ചൊല്ലി പാട്ടുകളും ഉണ്ട്. ആ വാക്യത്തെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനോ വാഗ്ദത്വമാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്ലൂ തരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് 45:1-2 അല്ല, 40-നടുത്ത് 41:10. അതൊന്ന് 41. നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഉണ്ട്. നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കണ്ടോ, നീതിയുള്ള വലങ്കൈ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാഗ്ദത്തത്തിൽ, ആ ദൂതിനകത്ത്. അപ്പോൾ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വലങ്കൈയുടെ വിശേഷണങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊരു വലിയ മെസ്സേജ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ഞാനത് നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. അപ്പൊ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കൈയിൽ, ഇപ്പം വലങ്കൈയുടെ കാര്യം ഇത്രയും പറഞ്ഞത്. ഇനി വലങ്കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി, ശ്രദ്ധിക്കണേ, എന്താ വലങ്കൈ ഇരിക്കുന്നത്? അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ. എത്ര? 7 മുദ്ര. എന്താ ഇതിന്റെ വിശേഷണമൊക്കെ പറയാം. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. അപ്പോൾ കയ്യിലിരിക്കുന്ന പുസ്തകം 7 മുദ്രയാൽ ഇടപ്പെട്ട ഒരു പുസ്തകം സിംഹാസനിലിരിക്കുന്നവന്റെ വലങ്കൈയിലുണ്ട്. ഇനി പ്രാചീന ചരിത്രം നമുക്ക് നോക്കാം. പ്രാചീന കാലം മുതല് പാപ്പിറസ് ചുരുളുകൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്നു. പാപ്പിറസ്, എന്റെ പേര് പാപ്പിറസ് ആണ്. ചുരുളുകൾ, സ്ക്രോൾസ്. സാധാരണയായി അവ ഒരു വശത്ത് മാത്രമായും കോളങ്ങളായും എഴുതപ്പെട്ടിരുന്നു. പാപ്പിറസിലെ ആ ചുരുളുകൾ, സ്ക്രോൾസിലെ ഒരു വശത്ത് എഴുതി അതിനെ ചുരുട്ടി ചുരുട്ടി വെക്കുകയാണ് പതിവ്. എന്നാൽ സ്വകാര്യമായി, വ്യക്തിപരമായി, പേഴ്സണലായി, സ്വകാര്യ വായനാർത്ഥം വല്ലപ്പോഴും വായിക്കുന്നതിന് ഉള്ളവയായിട്ട് 2 വശത്തും എഴുതപ്പെടുകയും ചെയ്യുന്ന ചുരുളുകളുമുണ്ട്. ശ്രദ്ധിക്കണേ, സ്വകാര്യ വായനാർത്ഥം, പ്രത്യേകമായി, രഹസ്യമായി, ഗൂഢമായ കാര്യങ്ങൾ ചിലത് എഴുതുന്ന സ്ക്രോൾസിലെ, ചുരുളുകളിലെ 2 വശത്തും എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതപ്പെടുന്നതിനെ ഒപ്പീസ്റ്റോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുവാ? ഒപ്പീസ്റ്റോഗ്രാഫ്. 2 വശത്തും എഴുതുന്നത്. ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ൽ കാണുന്നത് സിംഹാസനം ഇരിക്കുന്നവന്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എഴുതിയ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, അല്ലേ? അപ്പൊ ഓരോ മടക്കും മുദ്ര വെച്ച് സുഭദ്രമാക്കിയിരിക്കുകയാണ്. പിന്നെ ഈ മുദ്രിത ഗ്രന്ഥങ്ങൾ ഉടമസ്ഥന്റെ സാന്നിധ്യത്തിൽ അഥവാ നിയമിത പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശിത വ്യക്തിയാൽ തുറക്കപ്പെടുന്നു. എല്ലായിടത്തും ഒന്നും തുറക്കപ്പെടത്തില്ല എന്നൂടെ പറയാം. ഈ മുദ്ര ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ അഥവാ ചുരുളുകൾ ഉടമസ്ഥന്റെ സാന്നിധ്യത്തിൽ അഥവാ നിയമിക്കപ്പെട്ട നിയമിത പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശിത വ്യക്തിയാൽ തുറക്കപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എഴുതിക്കുക, നല്ലൊരു സെന്റൻസ് ആണ്. ഈ മുദ്ര, അകത്തും പുറത്തും എഴുതിയ മുദ്രയുടെ വിശേഷത ഉടമസ്ഥന്റെ സാന്നിധ്യത്തിൽ അഥവാ നിയമിത പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ. ഒന്ന് ഉടമസ്ഥനുണ്ട്, 2 നിയമിത പ്രതിനിധിയുണ്ട്. നിയമിത പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശിത വ്യക്തിയാൽ തുറക്കപ്പെടുന്നു. എല്ലാവർക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പോയിന്റഡ് വ്യക്തി വേണം, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി വേണം. കണ്ടോ, പുസ്തകം, അതിന് ആദ്യം പറഞ്ഞെന്താ? പുസ്തകത്തിന്റെ ഉടമസ്ഥന്റെ സാന്നിധ്യത്തിൽ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട
അപ്പോയിന്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അത് തുറക്കാൻ പറ്റില്ല. അതാണ് യേശു കർത്താവ്, കുഞ്ഞാട്. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ നിർദ്ദേശിത വ്യക്തിയാൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം വായിക്കത്തക്ക വിധത്തിൽ തുറക്കപ്പെടുന്നു. എന്നാൽ ഈ ഗ്രന്ഥത്തിന് 7 മുദ്രകളുണ്ട്. ഈ പുസ്തകത്തിന് 7 മുദ്രകളാണുള്ളത്. 7-ാം മുദ്രയും പൊട്ടിക്കുന്നതോടുകൂടി പുസ്തകം മുഴുവൻ തുറക്കപ്പെടുന്നു. എല്ലാം ഓപ്പണായി മാറും 7-ാമത്തെ മുദ്രയും തുറക്കുമ്പോൾ. ഇനി അതിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പറയാൻ പോവാണ്. റോമൻ ഉടമ്പടികൾക്ക് റോമ ഗവൺമെന്റ്, റോമ സാമ്രാജ്യത്തിൽ അക്കാലങ്ങളിൽ വിൽപത്രങ്ങൾ, ഉടമ്പടി അഥവാ വിൽപത്രങ്ങൾ, ആധാരങ്ങൾ എഴുതുമ്പോൾ വിൽപത്രങ്ങൾ മിനിമം കുറഞ്ഞത് 6-7 മുദ്രകൾ ഉണ്ടായിരുന്നു. റോമൻ വിൽപത്രങ്ങൾക്ക് 6-7 മുദ്ര ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഒരു വാക്യം ഒന്ന് വായിക്കണേ, വായിച്ചിട്ട് എഴുതാം. മത്തായി 27:66. ഞാനോട് നിർത്തോട്ടെ. മത്തായി 27:66. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽ കൂട്ടങ്ങളെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഓക്കെ, 27:66 വായിച്ചു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് മലയാളത്തിൽ കല്ലിന് മുദ്ര വെച്ചു എന്നേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ കർത്താവിന്റെ കല്ലറയ്ക്ക് 7 മുദ്രകൾ വെച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ചില പുസ്തകങ്ങളിൽ. മുദ്ര വെച്ചു എന്ന് പറയുമ്പോൾ 7 മുദ്ര. അത് റോമൻ ഗവൺമെന്റിന്റെ ഈ വിൽപത്രങ്ങളുടെ മുദ്രയ്ക്ക് തത്തുല്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത്, പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോക്രിഫ ഗ്രന്ഥമായ പത്രോസിന്റെ സുവിശേഷമുണ്ട്. അതിൽ ഇത് 7 മുദ്രയെന്ന് രേഖപ്പെടുത്തിയതായി വില്യം ബാർക്ലേ എന്ന വേദപണ്ഡിതൻ. വില്യം ബാർക്ലയുടെ പുസ്തകങ്ങളെല്ലാം, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടും. വേൾഡ് ഫേമസ് ആണ്, പഠിക്കാൻ പറ്റിയതാണ്. അത് മൊത്തത്തിൽ പുതിയ നിയമത്തിന്റെ എല്ലാ പുസ്തകങ്ങളുടെ ഒരു വോളിയം നമുക്ക് കിട്ടും. അതുപോലെ വില്യം ബാർക്ലേ എന്ന വേദപണ്ഡിതൻ ഇപ്രകാരം മുദ്ര എന്നുള്ളതിന് 7 മുദ്ര എന്നുള്ളത് പത്രോസിന്റെ സുവിശേഷത്തിൽ, നമുക്ക് 4 സുവിശേഷ പുസ്തകം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഒത്തിരി ആ കാലത്ത് ഒത്തിരി പേര് സുവിശേഷം എഴുതിയിട്ടുണ്ട്. അന്ത്രയോസിന്റെ സുവിശേഷമുണ്ട്, തോമസിന്റെ സുവിശേഷമുണ്ട്. ആമേൻ. അതോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 4 നമ്മൾ എടുത്തിട്ടുള്ളൂ, ബൈബിളില് കാനോനൈസ് ചെയ്തിട്ടുള്ളൂ. പത്രോസിന്റെ സുവിശേഷത്തിൽ 7 മുദ്ര എന്ന് രേഖ. നിങ്ങൾ വിചാരിക്കുന്ന 7 എന്നുള്ളത് എവിടുന്ന് വന്നെന്നുള്ള അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് മുദ്രകൾ എന്ന് പറയുമ്പോൾ 7 മുദ്ര എന്ന റോമൻ ഗവൺമെന്റിന്റെ അവരുടെ ആ നിയമങ്ങളാണ്, അവരുടെ രീതിയാണത്. ഇപ്പോൾ 5-ാം അധ്യായത്തില് ഈ 1-ാം വാക്യം മുതൽ കാണുന്ന ഭാഗത്ത് ഒരു റോമൻ നിയമനത്തിന് അഥവാ നിയമത്തിന് സമാനമെന്ന് ഈ ഭാഗത്തെ കാണാൻ കഴിയുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സ്ക്രോൾ, അപ്പൊ നമ്മൾ എഴുതുമ്പോൾ പുസ്തകം നമ്മുടെ മലയാളത്തിൽ കാണുന്നെങ്കിലും ബ്രാക്കറ്റിൽ നിങ്ങൾ സ്ക്രോൾ എന്ന് എഴുതണം. SCROLL, സ്ക്രോൾ. അതിന് ചുരുൾ എന്നാണ്, പുസ്തക ചുരുൾ എന്നാണ്. കർത്താവൊക്കെ ദേവാലയം ചെന്നപ്പോൾ പുസ്തക ചുരുൾ കൊടുത്തു, അവൻ പുസ്തക ചുരുൾ വിടർത്തി എന്നാണ് യെശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായം കർത്താവ് വായിച്ചതായിട്ട് നസറയത്തിൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ മലയാളത്തിൽ പുസ്തക ചുരുൾ എന്നാണ് ആക്ച്വലി വരേണ്ടത്. സ്ക്രോൾ. ആ സ്ക്രോൾ, ആ ചുരുളിന്റെ പ്രത്യേകത റൈറ്റിംഗ്സ് ഓൺ ബോത്ത് സൈഡ്സ്, 2 സൈഡിലും എഴുതപ്പെട്ടതാണ്. നമ്മൾ 1-ാം വാക്യം ഒന്ന് വായിച്ച, 1-ാം വാക്യം മാത്രം ഒന്ന് വായിച്ച്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. മതി. അപ്പോൾ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് വരാം.
ആവർത്തന പുസ്തകം 32-ാം അധ്യായം 6-ാം വാക്യം. ഈ അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങൾക്കുള്ള ഒരു മുഖവുരയായിട്ടാണ് ഇത് പറയുന്നത്. മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇത് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങ് പറയുക. ദോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ആ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്റെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. അതാണ്. അവനല്ലോ നിന്നെ. ഇപ്പൊ 4-ാം അധ്യായത്തിൽ ആരെയാ കാണുന്ന? ഈ വാക്യം മറക്കല്ല. ആവർത്തനം 32-6. നമ്മുടെ ദൈവം ആരാ? സൃഷ്ടിക്കുന്ന ദൈവം, ക്രിയേറ്റർ. അതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കുന്ന ദൈവം, അതാ രക്ഷിക്കുന്ന വലം കൈ. അവൻ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. ഓക്കെ. അപ്പൊ ഈ പുസ്തകം ചുരുള് അഥവാ സ്ക്രോൾസ് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിൽപത്രം പോലെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് പൂർണ്ണവുമാണ്, ആത്യന്തികവുമാണ്. എന്നാൽ അത് തുറക്കാനും വായിക്കാനും അർഹനായ, മുമ്പേ പറഞ്ഞ പോലെ യോഗ്യനായ ആൾ വേണം. നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. 2-ാമത്തെ വാക്യം വായിച്ചാട്ട്. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ദൂതൻ, സ്വർഗത്തിൽ ശക്തനായ ഒരു ദൂതൻ, എ മൈറ്റി ഏഞ്ചൽ, ശക്തനായ ദൂതൻ സ്വർഗത്തിൽ അത്യുച്ചത്തിൽ പറയുക. എന്താ പറയുന്നത്? ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. ഞാൻ ഈ പറയുമ്പോൾ ചില പദങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോണേ. അത്യുച്ചത്തിൽ ദൂതൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. പുസ്തകം തുറപ്പാനും. ഇപ്പം ഇരിക്കുന്നവന്റെ വലങ്കയിൽ ഒരു പുസ്തകമുണ്ട്, അകത്തും പുറത്തും എഴുതിയ ഒരു പുസ്തക ചുരുളുണ്ട്. അത് തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ? അതൊരു ചോദ്യത്തോടു കൂടെ 2-ാം വാക്യം ആരംഭിക്കും. എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന അഥവാ വെല്ലുവിളിക്കുന്ന അഥവാ ചലഞ്ച് ചെയ്യുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. യോഹന്നാൻ കാണുകയാണ്. ഏകദേശം 1-2 വാക്യം മനസ്സിലായോ? ഇനി 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. കണ്ടോ? എല്ലാവർക്കും ഒന്നും ഈ പുസ്തകം തുറക്കാൻ പറ്റത്തില്ല. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ എവിടൊക്കെയാ? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും പാതാളത്തിലും. ഇപ്പം ത്രിലോകങ്ങളിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ പാതാളത്തിലും ആർക്കും കഴിഞ്ഞില്ല. ഒരാൾക്കും തുറക്കാൻ പറ്റത്തില്ല. ഇതാ ഞാൻ പറഞ്ഞ രഹസ്യമായിട്ട് വിൽപത്രമാണ്. ആർക്കു വേണ്ടി എഴുതിയോ, ആരുടെ പേരിൽ എഴുതിയോ, ആരാണോ അത് വായിപ്പാൻ യോഗ്യൻ, ആ ആളാണല്ലോ അത് വായിക്കുകയും സൂക്ഷിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ത്രിലോകങ്ങളിലും ഒരു മനുഷ്യനും ഇത് വായിക്കാനോ തുറക്കാനോ കഴിഞ്ഞില്ല. അതിന്റെ റെസ്പോൺസ് ആണ് 4-ാം വാക്യം വായിച്ചാട്ടെ. യോഹന്നാന്റെ സങ്കടം. അത് നോക്കാനെങ്കിലും യോഗ്യനായി ആരെയും കാണുകയും കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഇത് യോഹന്നാന്റെ സങ്കടം എന്ന് നമുക്ക് എഴുതാം. ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ ഇത് കണ്ട, നമ്മളൊക്കെ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട, മലയാളത്തിലൊക്കെ നൽകപ്പെട്ട അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നൽകപ്പെട്ട ഈ വർണ്ണനകൾക്കൊക്കെ അതീതമാണ്, അതിഭയങ്കരമാണ് യോഹന്നാൻ ആ കാണുന്ന ദർശനം. മാനുഷിക വാക്കുകൾക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല. ഇതങ്ങോട്ട് കണ്ട് ആത്മവിവശതയിൽ സ്വർഗം തുറന്ന സിംഹാസനവും പുസ്തകവും വലങ്കയും ഒക്കെ കണ്ട് യോഹന്നാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പുസ്തക ചുരുളുണ്ട്, പക്ഷെ ആർക്കും അതങ്ങോട്ട് അകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന് അത് വായിപ്പാനോ തുറക്കാനോ പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് യോഹന്നാന്റെ സങ്കടമാണ് 4-ാം വാക്യം. അപ്പൊ നമുക്ക് 4-ാം വാക്യത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാം, യോഹന്നാന്റെ സങ്കടം. ദർശനം കാണുന്ന ദൈവപുരുഷനായ യോഹന്നാന്റെ സങ്കടമാണ്. ആ സങ്കടം എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്? ഞാൻ ഏറ്റവും കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പൊ അതിനകത്തൊരു ആത്മീയ ദൂതുണ്ട്. ഏത് സാഹചര്യത്തിലും നാം ദൈവസന്നിധിയിൽ ദർശനത്തിലാകട്ടെ പ്രാർത്ഥനയിലാകട്ടെ ഏറ്റവും കരഞ്ഞാൽ ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. കരയുന്നതിനോ തക്ക മറുപടി ഉണ്ട്.
യോഹന്നാൻ ഇങ്ങനെ ദൈവം പോകെ ദർശനം കണ്ട ആത്മവിശുദ്ധയിൽ കരഞ്ഞപ്പോൾ 5-ാമത്തെ വാക്യം വായിച്ചാൽ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, ആ, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യോഹന്നാന് ദൂതൻ സമാശ്വാസം കൊടുക്കുക, ആശ്വസിപ്പിക്കുക. കുഞ്ഞെ നീ കരയണ്ട. മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് യോഹന്നാനെ സമാശ്വസിപ്പിക്കുകയാണ്, കരയണ്ട. എന്തുകൊണ്ട്? അപ്പം മറുപടി ആയേ, കരയുന്നവരോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, കരയണ്ട. മറിയ കല്ലറയ്ക്കൽ ശബത്ത് ദിവസം, ഈസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളാണല്ലോ ഇപ്പോൾ, നമ്മൾ ചിന്തിച്ചു കാണും എല്ലാവരും. അപ്പൊ കല്ലറയ്ക്ക് ചെന്നപ്പം കരഞ്ഞുകൊണ്ട് ആ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു മറിയെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? കർത്താവ് അവളെ നോക്കി, കരയുന്നവളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയും, കരയണ്ട. നമ്മുടെ ലോകത്തിലെ ആൾക്കാർ കരയുന്ന വിഷയങ്ങൾക്ക്, വിഷയം കരയുന്നത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ എണ്ണ അതിനകത്ത് ഒഴിച്ചു തരും. എന്താ അറിയാവോ? ഇച്ചിരൂടെ ആളി കത്തട്ടെന്ന്, നീ കുറച്ചുകൂടെ കരയാൻ. ഇതാ മനുഷ്യന്റെ സ്വഭാവം. കൂടെ ആരാധിച്ചാലും കൂടെ പ്രാർത്ഥിച്ചാലും കൂടെ നടന്നാലും ഉള്ളവരുടെ ചിലരുടെ സ്വഭാവം ആ തിളയ്ക്കുന്ന വെള്ളയിൽ അതിനകത്ത് ഇച്ചിരൂടെ എണ്ണ ഒഴിച്ചിട്ട് ആളിക്കത്തിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ കർത്താവ് സമാശ്വാസം നൽകുന്ന ദൈവമാ, സകലാശ്വാസത്തിന്റെ ഉറവിടമായ ദൈവമാ. നമ്മുടെ കർത്താവ് പറയുന്ന, കുഞ്ഞെ നീ കരയണ്ട. ഇന്ന് ക്ലാസിന്റെ ഇടയ്ക്ക് ചിലരോട് വ്യക്തിപരമായ ദൂതുകൊണ്ട്, നീ ഏത് വിഷയത്തിന് കരഞ്ഞിട്ടുണ്ടോ അതിനൊരു ഉത്തരമുണ്ട്, കരയണ്ട. കരയണ്ട എന്ന് പറയാൻ കാര്യം, മറുപടിയുണ്ട്, അതിന് പോംവഴിയുണ്ടെന്ന്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പോക്കുവഴിയുണ്ട്, പ്രതിവിധിയുണ്ട്. ഇവിടെ പറയുന്നത് എന്താ അറിയാമോ? അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട. ഇനി അതിന്റെ കാരണം പറയാൻ പോവാ. അടുത്ത ചില മിനിറ്റുകൾ നമ്മൾ ആ വ്യക്തിയെ, ദൂതൻ, ആ മൂപ്പന്മാരിൽ ഒരുത്തൻ വെളിപ്പെടുത്തിയ വ്യക്തിയെ കുറിച്ച് പറയുന്നത്. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ? എന്തുകൊണ്ടാ കരയണ്ടെന്ന് പറഞ്ഞത്? നിങ്ങളൊന്ന് കരം ഉയർത്തി ദൈവത്തെ സൂചിച്ചു. ആമെ ആത്മാവിൽ ഒന്ന് ദൈവത്തെ സൂചിച്ചോണം. ജയം പ്രാപിച്ച ഒരുത്തൻ നമ്മോട് കൂടെ ഉണ്ട്. ഞാൻ ആത്മനിറവിലാണ് ഇത് പറയുന്നത്. ആത്മനിറവിൽ ദൈവദൂത് പറയുന്നു, ജയം പ്രാപിച്ച ഒരുത്തൻ, ലോകത്തെയും പാപത്തെയും പിശാചിനെയും സകലത്തെയും ജയിച്ച ഒരുത്തൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളും ജയാളിയാകും. ആമേൻ. ഏറ്റെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ. ജയിച്ചവൻ കൂടെ ഉള്ളത് കൊണ്ട് അവന്റെ വിശേഷതയാണ്, അവൻ ദാവീദിന്റെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേര്. അപ്പം ആ ആളിനെ കുറിച്ച് നമുക്ക് നോക്കണ്ടേ? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേര്. ഉൽപ്പത്തി 49:9. അപ്പോൾ പുസ്തകം തുറക്കാൻ യോഗ്യനായവൻ ആരാണെന്ന് പറയാൻ പോവാണേ. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. ഉൽപ്പത്തി 49:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇതാരാണ്? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. 8 മുതൽ 10 വരെ. 9 വായിച്ചത്? 9 വായിച്ചേ. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. അടുത്തത്. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം. ആ പദം ശ്രദ്ധിച്ചോണേ. ഈ വിൽപത്രവേ, ആധാരം എഴുതിയതേ, കൈപ്പറ്റാനേ, അത് തുറക്കാനേ, അവകാശമുള്ളവൻ വരുവോളം. വായിച്ചാട്ടെ. ചെങ്കോൽ യഹൂദായിൽ നിന്നും
രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. മതി. അപ്പോൾ ആരാണ് പുസ്തകം തുറപ്പാൻ യോഗ്യൻ? യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ആമേൻ. സഹോദരന്മാരുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഒരു സിംഹത്തെ പോലെ കയ്യിൽ ചെങ്കോല് കൊടുത്ത് ദൈവീക രാജ്യത്വത്തെ കാണിക്കുകയാണ്. യഹൂദാ ഗോത്രത്തിന്റെ രാജ്യത്വം, രാജപദവി. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവനെ ആരാധിക്കുന്ന ദൈവപൈതലേ, നീ ഭിക്ഷക്കാരി അല്ല, നീ ഭിക്ഷക്കാരനല്ല, നീ ലോകത്തിന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടവളല്ല, ലോകത്തിന്റെ മുമ്പിൽ കെഞ്ചിക്കരഞ്ഞ് ആമെ യാചിക്കേണ്ടവളല്ല. പിന്നെയോ നിന്റെ അപ്പൻ ആരാണ്? യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. അപ്പോൾ രാജഗോത്രമായിട്ടാണ് യഹൂദാ ഗോത്രത്തെ കണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു മർമ്മം പറയാം. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളല്ല സാറായിക്ക് പറ്റിയതുപോലെ. ഏത് സാറായിക്ക്? അബ്രഹാമിന്റെ ഭാര്യ സാറായിക്ക് ദൈവം വാഗ്ദത്തം ചെയ്താൽ നിവർത്തിക്കാൻ ശക്തനാ. സാറ കുറച്ച് വർഷം നോക്കി കിട്ടാഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹാഗാറിനെ മോൻ പറഞ്ഞുകൊണ്ട് പോന്നു. ഹാഗാറിനെ കൊടുത്തു, ദാസിയെ കൊടുത്തു. ദൈവം ഹോഷ്ക്ക് പറയത്തില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ കാലാവധി, ദൈവത്തിന്റെ അവധിയുണ്ട്. അതുപോലെ ദൈവമായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവ്. അറിയാവുന്ന കാര്യം ഞാനങ്ങ് എൻ്റെ ഭാഷയിൽ പറയുവാണേ. ദൈവം അവരെ പരിപാലിച്ച് രാജാവായി. മറ്റു ജാതികൾക്കൊക്കെ രാജാവുണ്ട്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇസ്രായേൽ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പവും വെള്ളവും നല്ല മന്നായും ഒക്കെ കിട്ടിയാൽ ഇവർക്ക് ചില ക്രിമിനടിയുണ്ട്, ചില അസുഖങ്ങളുണ്ട്, ചില റിബലിയ സ്വഭാവമുണ്ട്. അവർ ജാതികളെ നോക്കും. നമ്മുടെ ഇന്നത്തെ നമ്മളൊക്കെ ദൈവമക്കൾ നോക്കുന്നതിന് വിട്ട് നോക്കിയപ്പോൾ അവർക്ക് രാജാവുണ്ട്, സൈന്യമുണ്ട്, പട്ടാളക്കാരുണ്ട്. എന്നിട്ട് ദൈവത്തിന് സാന്നിധ്യം പറയുക, ഞങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ കാണാൻ പറ്റുന്നുമില്ല. ഞങ്ങൾക്ക് കാണുന്ന ഒരു രാജാവിനെ വേണം. നേരത്തെ കാണുന്ന ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയതിന്റെ ദോഷം നമുക്കറിയാം. അപ്പൊ ഈ മനുഷ്യന്റെ കുതന്ത്രങ്ങളാണ് അവനെ ഇല്ലാതാക്കി കളയുന്നത്, അവന്റെ ഗോത്രത്തെ തകർത്ത് കളയുന്നത്. ആമേൻ. ഞാനല്ലാതെ അന്യദൈവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അതിനെ തന്നെ പിശാച് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് കാളക്കുട്ടി ഉണ്ടാക്കി. മോശ 40 ദിവസം ഉപസിക്കാൻ പോയപ്പോൾ. അപ്പം ദൈവ നിയോഗവും വിളിയുള്ളവര് ദൈവസ്ഥലിൽ ഉപസിക്കുമ്പം ചില ആൾക്കാർ കേട്ടോ, പിന്നെ ദൈവദാസി ആമേൻ, എല്ലാവർക്കും ഉള്ള ദൂത് എന്നാൽ ചെയ്തത്, നമ്മൾ ഈ ദൈവസ്ഥലിൽ തീയായിട്ട് ശുശ്രൂഷ, പ്രാർത്ഥന, ആരാധന, ലീഡർഷിപ്പായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പം കൂടുള്ള ചിലതിനുണ്ടല്ലോ ക്രിമിനടി ഉടൻ. മോശ പോയി, ഇനിയും വരുവോ? വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനാരെയാ കൂട്ടുപിടിക്കുന്നത്? ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു പാർട്ടി ആ കൂട്ടത്തിലുണ്ട്. അത് മോശയുടെ സഹോദരനാ, അഹരോനാണ്. മോശയില്ലേ കുന്നിൻ മുകളിൽ പോയിരിക്കുന്നത്, പർവ്വതത്തില്, സീനായ് പർവ്വതത്തില്. അപ്പൊ ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് അടുത്ത ആളിനെ തിരഞ്ഞെടുക്കാനുള്ള പരിപാടിയാണ്. പരിശുദ്ധാത്മാവായി പറയുന്നത് കേട്ടോ, എന്റെ നോട്ട്സിലൊന്നും ഉള്ളതല്ല. ആമേ. അപ്പൊ അഹരോന്റെ അടുത്തെന്ന് പറയാ, ഓ ആ പുള്ളി പോയി 40 ദിവസം, കുറച്ച് ദിവസമായി, ഒരറിവില്ല. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ഒരറിവുമില്ല. ചിലപ്പം മരിച്ചു പോയി കാണും. ഇനി വരുമോ എന്നൊരു ഉറപ്പുമില്ല. ഇനി ഞങ്ങള് സൈന്യങ്ങളുടെ ഹോവ എന്നൊക്കെ പറയുന്നത് ആരാ, ഏതാ? ഓ മോശ ഇനി ലീഡർഷിപ്പും ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് കാണുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കിത്ത. ഇത് മോശയോട് പറഞ്ഞിരുന്നെങ്കിൽ അവന്മാരെ ശരിയാക്കി മോശ. അതുകൊണ്ട് അഹരോനെ കൂട്ടുപിടിച്ചത്. ചില കൂട്ടുകൃഷികൾ ഭയങ്കര ദോഷം വരുത്തും. അഹരോനെ കൂട്ടുപിടിച്ചിട്ട് പറയാ കാളക്കൂട്ടി ഉണ്ടാക്കാൻ. ഈ അഹരോനൊരു സ്വഭാവമുണ്ട്, ആൾക്കാർ പറയുന്നത് വലിയ ഇഷ്ടമാണ്. ആൾക്കാരുടെ ഇംഗിതത്തിന് തുള്ളുന്ന അഹരോന്മാര് ഇന്ന് ആത്മീയ ലോകത്തുണ്ട്. അഹരോൻ പറഞ്ഞ ശരിയാ, എന്റെ സഹോദരനാ, ലീഡറൊക്കെയാ, അഭിഷിക്തനാ, പക്ഷെ കക്ഷി ഇപ്പൊ ഇല്ല, കാണുന്നില്ല, വല്ലതും സംഭവിച്ചു കാണും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞ ശരി, നമുക്കൊരു പരിപാടി തട്ടിക്കൂട്ടാം. നിങ്ങൾ സ്വർണവും വെള്ളിയും ആഭരണങ്ങളൊക്കെ സ്വർണം കൊണ്ടുപോകാം, അതെല്ലാം കൂടെ നമുക്ക് തീയിലിട്ട് കാണുന്ന ഒരു രൂപം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങോട്ട് പറയുന്നില്ല. ഞാൻ പറയാൻ വന്നത്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് രാജാവായി, പ്രഭുവായി, എല്ലാമായി ഇരുന്നപ്പോൾ ഇവന്മാർക്ക് അസുഖം തുടങ്ങി. ജാതികളെ നോക്കി ജാതികളുടെ സ്വഭാവം ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഇട്ടു യഹൂദന്മാര്. എന്നിട്ട് പറയുകയാ, ശമൂവേലിനോട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവസന്നിധി ചെന്നിട്ട് പറഞ്ഞു, എന്താ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവം ഇപ്പൊ തരാൻ മനസ്സിലെങ്കിൽ നമ്മൾ കിടന്ന് അങ്ങ് അലറി കീറി
പ്രാർത്ഥിച്ചു ഉപസിച്ചു അയ്യം വിളിച്ചും തരണേ 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 തരണേ. നമ്മുടെ ദൈവം ദയാലു അല്ലയോ, മനസ്സലിവുള്ള ദൈവം അല്ലയോ? ചിലപ്പോൾ അങ്ങ് തരും. അതിനാണ് പറയുന്നത് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. പെർഫെക്റ്റ് വില്ലല്ല, പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. ആർക്കെങ്കിലും ഒക്കെ ഗ്രഹിക്കട്ടെന്ന് വിചാരിച്ച ദൈവത്തിന് ഇഷ്ടം ദൈവഹിതം അല്ല. പിന്നെ ഇവര് ചോദിച്ചാൽ ദൈവം അങ്ങ് മനസ്സലിഞ്ഞ് കൊടുക്കുക. പെർമിസീവായി അനുവദിക്കപ്പെട്ട ദൈവ ഇഷ്ടം. എന്നാ പിന്നെ നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് കിട്ടിയ രാജാവ് ഏതു ഗോത്രത്തിലെയാ? ഒരാൾ പറഞ്ഞേ. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ആരാ? ശൗൽ ബെന്യാമീൻ ഗോത്രത്തില്. ദൈവം പറഞ്ഞത് രാജത്വവും ചെങ്കോലും ഏത് ഗോത്രത്തിലായിരിക്കുമെന്നാ? യഹൂദാ ഗോത്രത്തിൽ. ഇവന്മാരെല്ലാം കൂടെ ചോദിച്ചു മേടിച്ചത് ഏത് ഗോത്രത്തിലെയാ? ബെന്യാമീൻ ഗോത്രത്തിൽ. അതുകൊണ്ട് നിന്നോ ദൈവമക്കളെ, നിലനിന്നോ. ആ കുടുംബം മൊത്തവും പട്ടുപോയി. കൊള്ളാവുന്ന ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു, അവനും പോയി കിട്ടി അപ്പന്മാരുടെ കുഴപ്പം കൊണ്ട്. അപ്പം അമ്മമാരും അപ്പന്മാരും ഒരു കാര്യം ഓർക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിന് ദുഃഖം തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുകയും കാട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ തലമുറയ്ക്ക് അത് ദോഷമായി വരാൻ സാധ്യതയുണ്ട്. ഹലോ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് കയറി പറയുക, ദൈവത്തിന് ഹിതമല്ലാത്തത് ചോദിച്ച് അവസാനം കാണപ്പെട്ട നല്ല നീളവും പൊക്കവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. കീശിന്റെ മകനായ ശൗലിനെ കൊടുത്തു. അതോടുകൂടെ അവനും അവന്റെ ഗോത്രവും, അവൻ രാജത്വം ഭരിച്ചൊക്കെ ഇരുന്ന് യുദ്ധമൊക്കെ ചെയ്തെങ്കിലും അവസാനം ദുരാത്മാവ് പിടിച്ച്, ആദ്യം നല്ല ആത്മാവായിരുന്നു, പിന്നെന്ത് പിടിച്ചു? ദുരാത്മാവ്. ചില ആത്മീയ ലോകത്തോ എന്റെ ദൈവമേ, ദൈവദാസിമാരെ, വചനവും പ്രമാണവും വിശുദ്ധിയും വിട്ടുപോയാൽ പിന്നെ വരുന്നത് ദൈവാത്മാവല്ല, ദൂരാത്മാവാണ്. ഹല്ലേലൂയ. വിശുദ്ധിയും വചനവും ഭക്തിയും പ്രമാണവും കാത്തു സൂക്ഷിക്കുന്നവനിൽ ദുരാത്മാവ് കയറത്തില്ല. ഈ പ്രമാണം വിട്ടുപോയിട്ട് പിന്നെ പ്രവചിക്കുന്ന ചില ആൾക്കാരുണ്ട്, പിന്നെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദുരാത്മാവാ. ഈ ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, എന്താ അറിയാമോ? ദുഷ്ടാത്മാവാ, ദുഷ്ടത അവനിൽ വരുന്നത്. അപ്പൊ പിന്നെ നല്ല ആത്മാവുള്ളവരെ കൊന്നുകളയാനാ നോക്കുന്നത്, കുന്തം ചാണ്ടാനേ നോക്കത്തുള്ളൂ. ദൈവാത്മാവ് ദൂത് പറയാ, പിന്നെ പരിശുദ്ധാത്മാവ്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഈ ദുരാത്മാവ് പിടിച്ച ചിലതെണ്ണമുണ്ട്. അത് നല്ല ആത്മാവുള്ളവരെ ഇല്ലാതാക്കാൻ അവരെ കൊന്നുകളയാൻ, കുന്തം ചാണ്ടാൻ. അവർ നല്ലോണം പാട്ട് പാടുമ്പോൾ, ചിലർ നല്ലോണം ആത്മാവിൽ പാട്ട് പാടുന്ന ചില സഹോദരിമാരുണ്ട്, ദൈവകൃപയിൽ പാട്ട് പാടുമ്പോൾ അങ്ങോട്ട് സഹിക്കത്തില്ല. ചിലർ വീഡിയോ ഓഫാക്കും. ഞാൻ പ്രസംഗമല്ല, എന്നാലും ഞാൻ ക്ലാസ് ആണെങ്കിലും പറയാം, വീഡിയോ ഓഫാക്കും, എന്നിട്ട് അങ്ങ് പോവും. ആ സഹോദരി പാടുന്നവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സഹോദരൻ ആ വാക്യം വായിക്കുന്നോ അല്ലെങ്കിൽ ആ പ്രസംഗിക്കുന്നതോ ആ ദൈവദാസി ആ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങോട്ട് ഏക്കത്തില്ല. അതുകൊണ്ട് ദുരാത്മാവിന്റെ എല്ലാ പ്രകടനങ്ങളും പ്രകടിപ്പിക്കും. അത് കൃപയുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. ദൈവകൃപയുള്ളവർക്ക് അത് മനസ്സിലാവും. ചിലരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ കാണുമ്പം മനസ്സിലാവും. അതുകൊണ്ട് തിരിച്ചറിയണമേ എന്ന് ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളിൽ ഒരാളായി, ഒരു സാധാരണക്കാരനായ വടക്കേനിയിലെ ഗുജറാത്തിലെ വയലിൽ കിടക്കുന്ന ഒരു ദൈവദാസനായ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പറയുക, കളയും എല്ലാത്തിനെയും ഒന്നും. മിന്നുന്നതെല്ലാം പൊന്നല്ല, വെളുത്തതെല്ലാം പാലല്ല. ചിലതൊക്കെ നുഴഞ്ഞു കയറ്റക്കാരുണ്ട്, നുഴഞ്ഞു കയറും. ആമേൻ. ദൈവഹിതമല്ലാത്തത് അറ്റുപോകും, ദൈവം അറ്റുപോയിപ്പിക്കുമാറാക്കും. ദൈവം എടുത്ത് എറിയും, ദൈവം എടുത്ത് കളയും. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ശൗലിന്റെ രാജാവായിട്ടൊക്കെ ഇരുത്തിയെങ്കിലും അവന്റെ കുടുംബത്തിൽ ഒരാൾ പോലും പിന്നെ രാജാവായി വരാതിരിക്കത്തക്കവണ്ണം സകലത്തെയും സംഹരിച്ചു കളഞ്ഞു. കണ്ടോ? എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ജനം ചോദിച്ചു വാങ്ങിച്ച് മേടിച്ചെടുത്തതിനെ ദൈവം മാറ്റിയപ്പോൾ ദൈവത്തിന്റെ തിരുഹിത പ്രകാരമുള്ള യാക്കോബ് പണ്ട് പ്രവചിച്ചു പറഞ്ഞ, ദൈവാത്മാവ് പറഞ്ഞ, ഇപ്പോൾ നമ്മൾ വായിച്ച ഉൽപ്പത്തി 49 അധ്യായം 8 മുതൽ 10 വരെ വായിച്ച വേദഭാഗം യാഥാർത്ഥ്യമാകുവാൻ, നിവർത്തിയാകുവാൻ യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഒരുവനെ ബേത്ലഹേമിൽ ദൈവം രാജാവാക്കി. അവനെ കുറിച്ച് പറയുന്നത് എന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ.
എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എന്റെ ഹൃദയപ്രകാരം അവൻ എന്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കും. 89-ാം സങ്കീർത്തനത്തിൽ ഉണ്ടത്. ഞാൻ ഒരുത്തനെ കണ്ടെത്തി, ഞാൻ ഒരുത്തനെ അഭിഷേകം ചെയ്തു, ഞാൻ ഒരുത്തനെ, എന്റെ ഇഷ്ടമനുസരിക്കുന്ന ഒരുത്തനെ ഞാൻ തെരഞ്ഞെടുത്തു. അത് ദാവീദിനെ കുറിച്ചാ പറയുന്നത്. അപ്പോൾ ദാവീദിന്റെ രാജ്യത്വം, യഹൂദ, ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. അത് തന്നെ കൊണ്ടെത്തിച്ചു. രാജപദവി ആർക്ക് കൊടുത്തു? യഹൂദാ ഗോത്രത്തിന് കൊടുത്തു. ഇനി നമ്മുടെ കർത്താവും ആ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് വന്നത്. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ആമേൻ. യഹൂദാ ഗോത്രത്തിൽ ദാവീദ് വന്നെങ്കിലും ദാവീദ് മരിച്ചു, ദാവീദ് പോയി. എന്നാൽ യഹൂദാ ഗോത്രത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്വം, എന്നും വാഴുന്ന ഒരു രാജാവുണ്ട്. അത് അന്ധന്മാർക്ക് മനസ്സിലായി, ബർത്തിമായിക്ക് മനസ്സിലായി. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതുപോലെ കഴുതപ്പുറത്ത് കയറി വന്നവനെ യെരൂശലേം വീതിയിലൂടെ കുരുത്തോലകൾ, വസ്ത്രങ്ങൾ റോഡിൽ വിരിച്ച് ജനമാർക്കാൻ തുടങ്ങി, ഹോശന്ന, യഹൂദന്മാരുടെ രാജാവായി വന്നവന് ഹോശന്ന. അപ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം കർത്താവാണെന്ന് നമുക്കത് വ്യക്തമാകുന്നു. ഇനി അതിന്റെ ബാക്കി വാക്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ഭാഗം, റൂട്ട് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ വേര്. അപ്പോൾ യഹൂദാ ഗോത്ര പുസ്തകം തുറക്കാൻ യോഗ്യനായവനെ പരിചയപ്പെടുത്തുക. ഒന്ന്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ഇപ്പൊ രാജപദവി ഉള്ളവൻ, നിത്യരാജ്യത്വമുള്ളവൻ, യേശു ക്രിസ്തു, മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതൻ. രണ്ടാമത്തത് ഈസ് ദ റൂട്ട് ഓഫ് ഡേവിഡ്, അവൻ ദാവീദിന്റെ വേരാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ റൂട്ട്, വേരുകൾ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? ദാവീദില്. യെശയ്യാവ് 11:1 വായിച്ചാട്ടെ. യെശയ്യാവ് 11:1-10. ദാവീദിന്റെ വേര്, ദാവീദിന്റെ വംശത്തെ ഉൽപ്പാദിപ്പിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആദ്യം 1 വായിക്കണേ, 11:1. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. മതി, അവന്റെ വേരുകൾ. ഇനി 10-ാമത്തെ വാക്യം വായിച്ചേട്ടെ. അന്നാളിൽ വംശങ്ങൾ കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. മതി, ഇശായി വേരായവനെ, റൂട്ട് ഓഫ് ഡേവിഡ്. ഇശായി വേരായവനെ ആരന്വേഷിച്ചു വരും? ജാതികൾ അന്വേഷിച്ചു വരും. അപ്പോൾ യെശയ്യാവ് 11:1, യെശയ്യാവ് 11:10 വ്യക്തമായി പറയുന്നു, ഈസ് ദ റൂട്ട് ഓഫ് ഡേവിഡ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് കർത്താവിനെ എന്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതെന്താണ്? ദാവീദിന്റെ റൂട്ടും ദാവീദിന്റെ വേരും യേശുവിലാണ്. അവൻ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നല്ലോ, പിതാവ് പുത്രന്. അപ്പോൾ ദാവീദ് എന്റെ കർത്താവ് എന്ന് പറയണമെങ്കിൽ യേശു ദാവീദിന് മുമ്പേ ഉണ്ടായന്. ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, ആദ്യകാലം മുതലേ, ഉൽപ്പത്തി 1 പറയുന്ന വരുവീൻ നാം നാം നാം, അതിൽ യേശു ഉണ്ട്. ദാവീദിന്റെ കർത്താവും കൂടെയാണ്. ആമേൻ. 110-ാം സങ്കീർത്തനം തോന്നുന്നല്ലേ, 1-ാം വാക്യം, 110:1 എഴുതിയാൽ മതി, വായിക്കണ്ട, അവിടെ ഉണ്ട്. ആമേൻ. മശിഹ ദാവീദിന്റെ കർത്താവ്, ദാവീദിന്റെ മകനുമായി, ദാവീദിന്റെ കർത്താവുമായി. ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രൻ യേശുവേ, ദാവീദ് പുത്ര. കർത്താവ് ദാവീദിന്റെ പുത്രനുമായി, ദാവീദിന്റെ കർത്താവുമായി. മത്തായി 22:41 മുതൽ 46 വരെ. മാത്യു 22:41-46, അതില് 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്.
പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു ആ അവരോട്, ആ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ഉം, ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ഉം, ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. ഉം. അവൻ അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ആ കണ്ടോ, ഇത് കോംപ്ലിക്കേറ്റഡാ, ചിന്തയ്ക്കായിട്ട് വിട്ടു തരുന്നു. ഇത് തന്നെയാണ് 110 സങ്കീർത്തനം 1-ാം വാക്യത്തിലുള്ളത്. അപ്പോൾ ദാവീദ് അവനെ ആത്മാവിൽ കർത്താവ് എന്ന് വിളിക്കുന്നു. യേശുവിനെ ദാവീദ് പുത്ര എന്നും പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ കാര്യം? ആമേൻ. ദാവീദിന്റെ വേര് മാത്രമല്ല, ദാവീദിന്റെ കർത്താവും കൂടെയാണ് കർത്താവ് യേശു ക്രിസ്തു. ആമേൻ. ചില വേറെ വാക്യങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് എഴുതിയാട്ട്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട. ഇരമ്യാവ് 23:5. ഇരമ്യാവ്, ജെറമ്യ 23:5, 33:15, 33:15. ഇരമ്യാവ് 33:15, വെളിപ്പാട് 22:16. ഇനി യെശയ്യാവ് 53:2. അത് നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 53:2 എല്ലാവർക്കും അറിയാവുന്ന, അവിടെ ഒന്ന് വായിക്കാം. അവൻ ഇളയ തൈ പോലെയും അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്നും വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് മതി രൂപഗുണമില്ല, മതി മതി കോമളമില്ല. മതി മതി മതി. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും. യെശയ്യാവ് 53:2. അപ്പോൾ രാജത്വവും ആധിപത്യവും ചെങ്കോലും കിരീടവും സിംഹാസനവും കൊട്ടാരവും എല്ലാമുള്ള രാജാതി രാജാവും ദാവീദിന്റെ വേരുമായവൻ. ആമേൻ. ഇനി അത് കൂടാതെ നമുക്ക് വെളിപ്പാടിലേക്ക് ഇനി വരാം. 5-ാം അധ്യായത്തിന്റെ നമ്മളിപ്പോൾ 5-ാമത്തെ വാക്യമാ വായിച്ചല്ലേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ എഴുത്തും 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മള് ഈ 5-ാമത്തെ വാക്യം മുതൽ ഏകദേശം 11-12 വാക്യം വരെ 4 ചോദ്യങ്ങളും അതിന് ഉത്തരവുമായി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. 10 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മുമ്പാകെ. There are 4 questions and 4 answers. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ. ഞാൻ ആ രീതിയിൽ അടുത്ത ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. 1, who he is. അവൻ ആരാണ്? യേശു ആരാണ്? അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അവൻ ആരാണ്? അവൻ ദാവീദ് ഗോത്രത്തിന്റെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമാണ്. അതുകൂടാതെ താഴോട്ട് വായിക്കുമ്പോഴുണ്ട് കുഞ്ഞാടാണെന്ന്. അപ്പൊ 3 കാര്യങ്ങൾ. കുഞ്ഞാടെന്നുള്ള താഴെ വരുന്നതെങ്കിലും അതുകൂടെ എഴുതിക്കോ. അവൻ ആരാണ്? 1, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. 2, ദാവീദിന്റെ വേര്. 3-ാമത് അവൻ കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. 6-ാം വാക്യത്തില്. ഇനി 2-ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോണേ. Where he is. അവൻ എവിടെയാണ്? ഈ കുഞ്ഞാട് എവിടെയാണ്? അവൻ എവിടെയാണ്? 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും. മതി. അവൻ എവിടെയാണ്? ഞാൻ സിംഹാസനത്തിന്റെ, ഒന്ന് നമ്മൾ ആദ്യം പോലെ വായിച്ച സിംഹാസനം, എന്നിട്ട് 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും. ഇപ്പം കർത്താവ് എവിടാ നിൽക്കുന്നത്? കുഞ്ഞാട് എവിടാ നിൽക്കുന്നത്? മനസ്സിലായോ? എവിടെയാണ്? വേർ ഹീസ്. കർത്താവ് എവിടെയാണെന്ന്? അവൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആ കുഞ്ഞാടിന്റെ പ്രത്യേകതയാണ് 7 കൊമ്പും
സർവഭൂമിയിലൊക്കെയും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചിന്തിച്ചതാണ്. ദൈവത്തിന്റെ പൂർണ്ണത, കർത്താവിന്റെ പൂർണ്ണത ആണ് ഈ വർണ്ണിക്കുന്നത്. ഇപ്പോൾ കർത്താവ് എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് 6-ാമത്തെ വാക്യത്തിൽ. താഴോട്ട് വായിച്ചാട്ടെ, 7-ാമത്തെ വാക്യം കൂടെ. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അപ്പോൾ ആമേൻ. 7-ാമത്തെ വാക്യം, അവൻ വന്ന്, നമ്മൾ മുമ്പേ ആദ്യം 1-ാം വാക്യത്തിൽ കണ്ട സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ദൈവത്തിന്റെ വലങ്കയിൽ നിന്ന്, പിതാവായ ദൈവത്തിന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പം ഇത് യോഹന്നാൻ കാണുമ്പോ സങ്കടം എന്തുവായിരുന്നു? പുസ്തകം വാങ്ങാൻ, അത് തുറക്കാൻ ആരെയും കണ്ടില്ല. ഇപ്പോൾ ഇതാ യഹൂദാ ഗോത്രത്തിന്റെ, ഞാൻ പറയുന്ന ഗ്രഹിക്കണേ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായ അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ പാപങ്ങളുടെ, മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ് നോട്ട് ചെയ്തോ. യോഹന്നാൻ 1:29, ആമേൻ, behold the lamb of God who is taking away the sin of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. യേശുവിനെ എങ്ങനെയാണ് ആത്മാവിൽ യോഹന്നാൻ സ്നാപകൻ വർണ്ണിച്ചത്? വെളിപ്പാടിൽ എങ്ങനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട്. യോഗ്യനാരാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്. അവന്റെ വിശേഷതയാണ് ദാവീദിന്റെ, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ പേര് അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇനി എവിടെയാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. ഇനി നമ്മൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ എന്തു ചെയ്യുന്നു? വാട്ട് ഹി ഡസ്. ഒന്നുകൂടെ വായിക്കാം. 8 മുതൽ, പ്രത്യേകിച്ച് 9, 10. 8, 9, 10 വായിച്ചാട്ടെ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവരെന്താണ് ചെയ്തത്? ആരാ? ദൂതന്മാർ, മൂപ്പന്മാർ. അവൻ വന്ന് സിംഹാസനിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികൾ, 4-ാമത്തെ വായിച്ച 4 ജീവികളും, പഠിച്ചതായ 4 ജീവികളും 24 മൂപ്പന്മാരും എന്ത് ചെയ്തത്? കർത്താവ് അങ്ങോട്ട് പുസ്തകം വാങ്ങുകയും അത് തുറക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ 24 മൂപ്പന്മാരും 4 ജീവികൾ ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ആമേൻ. ഇതാണ് സ്വർഗീയ ആരാധന. പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. കർത്താവിന് മുമ്പാകെ വീണു, കർത്താവിനെ നമസ്കരിക്കുക, ആരാധിക്കുക. എന്നിട്ട് പറയാൻ തുടങ്ങി, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ. കർത്താവേ, നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട്. ഇതാരാ പറയുന്ന? 4 ജീവികളും 24 മൂപ്പന്മാരും. ഓ റബ, സ്വർഗീയ ദർശനം ഒന്ന് കാണണം ദൈവത്തിലെ. നീ ഈ ഭൂമിയിൽ ഒരു മൺകിടം പോലെ ഇവിടെ ഇരുന്ന് കരയുമ്പോൾ യോഹന്നാനെ പോലെ സ്വർഗീയ ദർശനം കാണണം. നിനക്ക് വേണ്ടി ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി ഒരു സിംഹാസനമുണ്ട്. 24 മൂപ്പന്മാരും 4 ജീവികളും 24 മണിക്കൂറും വീണുകൊണ്ട് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അത് തന്നെ വായിക്കുന്നത്. നീ യോഗ്യൻ. ബലവും ശക്തിയും മഹത്വവും തേജസ്സും സ്വീകരിപ്പാൻ നീ യോഗ്യൻ. നിന്റെ രക്തം, എന്തുകൊണ്ടാ യോഗ്യത നേടിയത്? നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, മലയാളി മാത്രമല്ല, ഇംഗ്ലീഷുകാർ മാത്രമല്ല, ഇസ്രായേലുകാർ മാത്രമല്ല, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളുടെ അല്ല,
ഒരിക്കൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും പാരമ്പര്യത്തിലും പിതൃ സ്വഭാവത്തിനും പൈശാചിക സ്വഭാവത്തിനും നമ്മുടെ തന്നിഷ്ടത്തിനും നടന്നു. ഇപ്പോൾ നമ്മൾ നമുക്കുള്ളവരല്ല. റോമർ 6-ാം അധ്യായത്തിലുണ്ട്, നമ്മെ കർത്താവ് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എന്താണ് വില? എന്താണ് അതിന്റെ പ്രൈസ്, മൂല്യം? അതിന്റെ എന്താണ് രൊക്കം കൊടുത്തത്? കുഞ്ഞാടിന്റെ രക്തം. ആമേൻ. യേശുവിന്റെ രക്തം ഒഴുകി. രക്തത്തിലാണല്ലോ ജീവൻ, അല്ലേ? രക്തം വാർന്നു പോയ ജീവൻ പോയി. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തം അഥവാ യേശുവിന്റെ ജീവൻ എനിക്കും നിനക്കും വേണ്ടി ദൈവം നൽകി. ഈ ഒരു ദർശനം കാണുന്ന ദൈവ പൈതൽ, ഈ ദർശനം ഡെയിലി ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ, അവിടുന്ന് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാൻ നമ്മൾ നെവർ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ സ്വർഗത്തിലെ ദൈവത്വം നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ടാ. ആരുമായിട്ടാ? കുഞ്ഞാടുമായിട്ടാ. അവൻ ജയിച്ചവനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. 24 മണിക്കൂർ മൂപ്പന്മാരും 4 ജീവികളും വണങ്ങുന്ന ദൂതന്മാർ ആരാധിക്കുന്ന കർത്താവ്, യോഗ്യനായ കർത്താവ്. ഇനി ലാസ്റ്റില് എന്താണ് വാട്ട് ഹി ഹാസ്, അവൻ എന്താണ് ഉള്ളത്? അതാണ് നമ്മൾ 10 മുതൽ വായിച്ചാട്ടെ. അവൻ നമ്മളെ ആരാക്കി എന്ന് പറഞ്ഞിട്ട് 11 മുതലാണ് കർത്താവിന് ഉള്ളത്. 10 കൂടെ വായിച്ചാട്ടെ. നമ്മളെ ആരാക്കി മാറ്റി? ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കണ്ടോ? കേൾക്കുന്നത് എന്താ? ഭൂമിയിൽ വാഴുന്നു എന്നുള്ള പുതിയ പാട്ട്. കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. രാജത്വവും പൗരോഹിത്യവും കർത്താവ് തന്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങിയ ജനത്തിന് നൽകി. നമ്മൾ സാധാരണക്കാരല്ല ദൈവമക്കളെ. എന്നിട്ട് ഭൂമിയിൽ അവൻ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും പാടുന്നു. അവസാനം എന്താണ് അവിടെ കേൾക്കുന്നത്? വായിച്ചാട്ടെ 11-ാമത്തെ വാക്യം. ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമായി. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അതെ, ഒരു മിനിറ്റ്. എന്താണ് സ്വർഗത്തിലുള്ളത്? ഇവിടുത്തെ കച്ചവടവും ഇവിടുത്തെ ദൈവദാസന്മാരെന്ന് പറഞ്ഞ് നടന്നിട്ട് വേണ്ടാത്ത പണി ദൈവം വേല ചെയ്യാത്തതിന് പകരം വേറെ പണിയും ചെയ്ത് വസ്തു വിൽപ്പനയും ഇത് ബ്രോക്കർ, പിന്നെ വേണ്ട കല്യാണം, പാസ്റ്റർമാർക്ക് എന്തെല്ലാം ഉടായ്പ പരിപാടികളാണെന്നറിയാവോ? 10 പണം ഉണ്ടാക്കാൻ എന്ത് തരികടയും കാണിക്കും. സ്വർഗത്തിൽ ആരാധനയാണെങ്കിൽ നിന്നെ എന്തിനു വിളിച്ചു? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനെ അവനെ ആരാധിച്ചും അവന്റെ വചനം ധ്യാനിച്ചും അവനെ ഏൽപ്പിച്ച ദൗത്യം നീ നിർവഹിച്ചാൽ നിനക്കുള്ളത് നിന്റെ വഴിയെ വന്നോളും. ഇവിടെ എന്താ? ദൂതന്മാർ അത്യുച്ചത്തിൽ ബഹുസഹസ്രം, 1000 പ്രിയമുള്ളവരെ, 1 2 അല്ല. ഇന്നത്തെ പെന്തക്കോസ്ത് സഭയിൽ 30 20 40 4 5 10 500 വിശ്വാസികളല്ല. 1000 1000 10,000 10,000 ബഹുസഹസ്രം ദൂതന്മാരുടെ പാട്ട്. എന്താണ്? നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ അറുക്കപ്പെട്ടു എന്നുള്ള ഗാനം. അതാണ് നമ്മൾ 11 മുതൽ 14 വരെ. അവൻ യോഗ്യനാണ്. എന്തൊക്കെ അറുക്കപ്പെട്ട കുഞ്ഞാട്? ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കർത്താവ് ആരാണ്? യോഗ്യൻ. ഹല്ലേലൂയ. സമസ്ത സൃഷ്ടികളും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും കൊടുക്കുന്നു. യെശയ്യാവ് 38:18 ഞാൻ 3-4 റെഫറൻസ് പറഞ്ഞ് നിർത്താം. ആമേൻ. 5:13, വെളിപ്പാട് 5:13, സങ്കീർത്തനം 6:5, സങ്കീർത്തനം 30:9, 88:10 മുതൽ 12 വരെ, യെശയ്യാവ് 38:18. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവികളും മൂപ്പന്മാരും ബഹുസഹസ്രം ദൂതന്മാരും സകല സൃഷ്ടികളും ദൈവത്തിന് തുല്യം കുഞ്ഞാടും ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസന മുമ്പിൽ വീണ്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. സ്വർഗസിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിൽ വിരാജിക്കുന്ന യേശു എന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ
യോഹന്നാൻ കാണുകയാണ്. ആ സ്വർഗീയ തൃത്വം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, അതിന്റെ മധ്യത്തിലാണ് പുത്രന്റെ സ്ഥാനം. ആമേൻ. സ്വർഗത്തിൽ സിംഹാസനം മുമ്പിൽ, ആമേൻ, ദൂതന്മാരുടെ മധ്യത്തിൽ, ഇതാ 4 ജീവികളുടെ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇടയിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദം, അവരുടെ മധ്യത്തിൽ കർത്താവ്, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ കർത്താവ് നടുവിൽ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക മാത്രമല്ല, ഇന്ന് രാത്രി ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, 4 വാക്യം, 4 ജീവികളും ആമേൻ എന്ന് പറയുമ്പോൾ മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 1 മിനിറ്റ് ബൈബിൾ പുസ്തകം അടച്ചു വെച്ചിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഓ, നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു, തന്റെ രക്തം നമുക്കായി നൽകി, പാപമില്ലാത്തവൻ നമുക്കായി ശാപം ഏറ്റെടുത്ത്, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഒരു യഹൂദനും കുരിശെടുക്കാൻ ആമേൻ ലജ്ജിക്കുന്ന സമയത്ത്, അത് ലജ്ജയായി, ശാപമായി, അപമാനമായി തീരുമ്പോൾ, ഈ കുഞ്ഞാട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ദൈവത്തോടുള്ള മഹത്വം, സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ ദാസനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന്, ഗദസമന മുതൽ ഗുൽഗുത്ത എന്ന തലയോടിടമെന്ന അർത്ഥമുള്ള സ്ഥലം വരെ അവനായി പിതാവിന് വിധേയപ്പെട്ട് കാൽവറി കുരിശിൽ ആകാശത്തെ ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ മധ്യേ അവനിതാ രക്തം ചിന്തി, അവൻ അറുക്കപ്പെട്ട അപമാനപത്രമായി യെശയ്യാവ് 53 കാണുന്നത് പോലെ വ്യസനപാത്രമായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, 10,000-ങ്ങളിൽ സുന്ദരൻ, അതിശ്രേഷ്ഠൻ, ഇപ്പോൾ കണ്ടാൽ ആളല്ല. എന്തുകൊണ്ട്? രക്തം വാർന്നു പോയെന്നേ. മുഖത്തിന്റെ ഈ കരിവാളിപ്പ് എവിടുന്നാ? നിന്നയും പീഡനവും മർദ്ദനവും നമുക്കായി ചട്ടവാറടിയേറ്റ, തുപ്പല് സഹിച്ച, സഹിച്ച ആ കുഞ്ഞാടിന്റെ സ്വർഗീയ ദർശനം യോഹന്നാൻ കാണുകയാണ്. there is a heavenly vision. ആ സ്വർഗീയ ദർശനത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ദൂതന്മാർ കരയുകയാ, യോഹന്നാനും ചോദിക്കുക, ഇതാര് പുസ്തകം വാങ്ങും? മുദ്രയിടപ്പെട്ട പുസ്തകം. അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ മുദ്രകളൊക്കെ പൊട്ടിക്കുന്ന കാര്യങ്ങൾ, കലശങ്ങൾ, 7 കലശങ്ങളൊക്കെ എന്തെല്ലാം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഇതാ സ്വർഗീയ ആരാധന, 4-5 ആരാധനയുടെ അധ്യായങ്ങളാണ്. ബലവും സ്തോത്രവും മഹത്വവും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശു. ഈ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് അണയാം, അവനെ ഒന്ന് ആരാധിക്കാം, അവനെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗബീജങ്ങൾ, രോഗബാധകൾ അഴിഞ്ഞു മാറട്ടെ, ടെൻഷൻസ് മാറട്ടെ, ഏകാന്തത മാറട്ടെ, കർത്താവിനോട് കൂടെയുള്ള സഹിത്വം നമുക്കൊന്ന് ആസ്വദിക്കാം. സമയം പോയതുകൊണ്ട് മാത്രം ഇന്നത്തെ ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. 4-5 അധ്യായങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആത്മാവിൽ ദർശിച്ചിട്ട് ആ സ്വർഗീയ ദർശനം പ്രാപിച്ച് അവനെ ആരാധിപ്പാനിടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.